ഗണപതി വിഘ്നേശ്വരനാണ്, അതായത് എല്ലാ തടസ്സങ്ങളെയും നീക്കുന്ന ദൈവം. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കടബാധ്യത അകറ്റാനും ഐശ്വര്യം നേടാനും ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: പ്രാർത്ഥനയുടെ ലക്ഷ്യം മനസ്സിലാക്കുക. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. കടങ്ങൾ മാറണം, സാമ്പത്തിക ഭദ്രത വേണം, ഐശ്വര്യം നിലനിൽക്കണം എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വ്യക്തമാക്കുക. ഇത് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി നൽകും. ശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. ശരീരശുദ്ധി: കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് പ്രാർത്ഥനയ്ക്കിരിക്കുക. ശാന്തമായ മനസ്സോടെയും വൃത്തിയുള്ള ഒരിടത്തും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പൂജാമുറിയിലോ ഗണപതിയുടെ ചിത്രമോ വിഗ്രഹമോ ഉള്ള സ്ഥലത്തോ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഗണപതിയുടെ ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ ഒരു നിലവിളക്ക് കൊളുത്തുക. ഇത് പ്രാർത്ഥനയ്ക്ക് ഒരു നല്ല അന്തരീക്ഷം നൽകും. മന്ത്രങ്ങൾ ജപിക്കുക. ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അടിസ്ഥാന മന്ത്രം ഏറ്റവും ലളിതവും ശക്തിയേറിയതുമായ മന്ത്രമാണ് ഓം ഗം ഗണപതയേ നമഃ. ഈ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് എല്ലാ തടസ്സങ്ങളെയും നീക്കാനും ഐശ്വര്യം കൊണ്ടുവരാനും സഹായിക്കും. ഒരു ജപമാല ഉപയോഗിച്ച് എണ്ണുന്നത് കൂടുതൽ എളുപ്പമാക്കും. കടബാധ്യതകൾ മാറാനും സാമ്പത്തിക ഉന്നതിക്കും വേണ്ടി ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയേ നമഃ സർവ്വജനശങ്കരായ സ്വാഹ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. ഇത് കൂടുതൽ ശക്തിയേറിയ മന്ത്രമായി കണക്കാക്കപ്പെടുന്നു. സങ്കടഹര ഗണപതി സ്തോത്രം: സങ്കടങ്ങൾ തീർക്കാൻ സഹായിക്കുന്ന ഗണപതി സ്തോത്രങ്ങൾ ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. ഗണപതിക്ക് പ്രിയപ്പെട്ടവ സമർപ്പിക്കുക. മോദകവും അപ്പവും: ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യങ്ങളാണ് മോദകവും അപ്പവും. ഇവ വീട്ടിലുണ്ടാക്കി നിവേദിക്കാനോ ക്ഷേത്രത്തിൽ വഴിപാടായി നൽകാനോ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. 21 ദുർവാപുല്ല് കറുക: ഗണപതിക്ക് സമർപ്പിക്കുന്നത് ദാരിദ്ര്യം അകറ്റാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ചുവന്ന നിറത്തിലുള്ള പൂക്കൾ, പ്രത്യേകിച്ച് ചെമ്പരത്തി, ഗണപതിക്ക് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. സാധിക്കുമ്പോൾ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സങ്കടഹര ചതുർത്ഥി: ഓരോ മാസത്തിലെയും കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസമാണ് സങ്കടഹര ചതുർത്ഥി. ഈ ദിവസം വ്രതമെടുക്കുകയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് കടബാധ്യതകൾ മാറാനും സങ്കടങ്ങൾ അകലാനും വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് എല്ലാ തടസ്സങ്ങളും നീക്കി ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ലക്ഷ്മി ഗണപതി ഹോമം അല്ലെങ്കിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുന്നത് സർവ്വവിഘ്നങ്ങൾ മാറാൻ സഹായിക്കും. ഏറ്റവും പ്രധാനമായി വേണ്ടത് ആത്മാർത്ഥമായ വിശ്വാസമാണ്. ഗണപതി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും തടസ്സങ്ങൾ നീക്കുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുക. പ്രാർത്ഥനയോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകും. ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ ഗണപതിയുടെ അനുഗ്രഹം നേടി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടാനും ഐശ്വര്യം നിലനിർത്താനും സാധിക്കുമെന്നാണ് വിശ്വാസം.